അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാന്നുള്ളത് കൊണ്ട് നിന്ന്. പക്ഷേ ടൈം ഓവറായി. അതുകൊണ്ട് ടുമാറോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് സാർ നേവി പറഞ്ഞിട്ടുള്ളത്. നേവി പറയുന്നത് നമ്മൾ അനുസരിക്കണം. അവരെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അവരനുസരിച്ചേ പറ്റുള്ളൂ. എത്രത്തോളം മണ്ണ് നീക്കം ചെയ്യാൻ പറ്റിയ മണ്ണ് ഏകദേശം ഒരു 90% മണ്ണ് നീക്കി. ചെറിയൊരു ഭാഗം കൂടി മണ്ണ് നീക്കിയാൽ മതിയായിരുന്നു. കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും ടീമായി നിന്നപ്പോൾ കുഴപ്പമില്ല. നമ്മളെ സാധ്യത അനുസരിച്ച് നമ്മളൊരു ഇത് വെച്ചിട്ട് നമ്മൾ 2-3 ദിവസമായിട്ട് ഇവിടെ ആയിട്ടും പല മേഖലകളിലും ഇതേ രൂപത്തിലുള്ള സമയത്ത് ഞങ്ങൾ പോകാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ചാൻസ് നമ്മൾ കാണുന്നില്ല. 3 കോടി കിട്ടി, 2.5 കോടി കിട്ടാണ്ടെന്ന് ഇതേ സ്ഥലത്ത് തന്നെ കിട്ടാണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും സാധ്യത ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ അതിന് ഇറങ്ങിയതാണല്ലോ. തീർച്ചയായും നാളെ രാവിലത്തെ നേരത്തെ വന്ന് ഇതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നാളെയും ഇത്തരത്തിൽ റഡാറുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. പ്രശ്നമൊന്നുമില്ല, വലിയ ഡേഞ്ചർ പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ടൈം ഓവറാണെന്ന് പറഞ്ഞു. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ എന്നും 6:30 7 മണിയാകുമ്പോൾ ഇവിടെ എത്താറുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാ വളണ്ടിയേഴ്സിനും കൂട്ടി ഇവിടെ വന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ടീമായി നിന്ന് സിമ്പിളായിട്ട് തീർക്കാം. നേവി പറയുന്നതും അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ താല്പര്യം. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാണ്? ഷമീർ, SVSന്റെ ജില്ലാ കോർഡിനേറ്റർ, വയനാട് ജില്ലാ.